ഹലോ ഫ്രണ്ട്സ്, B4Uയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് B4U നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുകയാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ നിരന്തര പ്രോബ്ലമാണ് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. പല സ്ഥലത്തും പല സ്പീഡായിരിക്കും, പക്ഷേ അധിക മൊബൈലിലും സ്പീഡ് കുറവായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്നത്. നമുക്ക് ചില സ്ഥലങ്ങളിൽ സിഗ്നൽ റേഞ്ച് ഉണ്ടാവും, പക്ഷേ നമുക്ക് ആ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. ഇതിനൊക്കെ പ്രതിവിധിയായിട്ട് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് നമുക്ക് അറിയാൻ കഴിയുന്നൊരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അധിക ആപ്ലിക്കേഷനും പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്, പക്ഷേ ആ ആപ്ലിക്കേഷനിലൊന്നും നമുക്ക് നമ്മളെന്തെങ്കിലും വേറെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഇൻ്റർനെറ്റിന് സ്പീഡ് അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ ആപ്ലിക്കേഷൻ പോയി എടുക്കണം. അപ്പോൾ അതിനൊക്കെ പ്രതിവിധിയായിട്ട് ഞാൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചിരിക്കുകയാണ്. ആദ്യം അതിനായി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഇൻ്റർനെറ്റ് സ്പീഡ് മീറ്റർ എന്ന് അടിക്കുക. ഇൻ്റർനെറ്റ് സ്പീഡ് മീറ്റർ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് സ്പീഡ് മീറ്റർ എന്ന ആപ്ലിക്കേഷൻ നമുക്ക് അതേപോലത്തെ ഒരു തംബ്നെയിൽ പോലത്തെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഞാനത് ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. ഈ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു സ്ക്രീനിൽ ഏതെങ്കിലും നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് തന്നെ അതിൻ്റെ സ്പീഡ് നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ബാറിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കാണാം ടുഡേ എന്നതിൽ നമുക്ക് ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ഇത് കാണാം. വൈഫൈ ടോട്ടൽ നമുക്കൊക്കെ അവൈലബിൾ ആണ്. ഇത് തന്നെ മുകളിൽ നിന്ന് നമ്മൾ സ്ക്രീൻ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ സ്ക്രീൻ സ്ക്രോൾ ഡൗൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ മൊബൈലിൽ വന്ന് ഇൻ്റർനെറ്റ് സ്പീഡ് നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ മുകളിൽ നിങ്ങൾക്കായി കാണാൻ കഴിയുന്നതാണ്. ഇവിടെ ഇൻ്റർനെറ്റ് സ്പീഡ് മീറ്റർ എന്നായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. ഇത് തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്.